ചെറുക്കനെ കൊണ്ട് വലിയ പാടായിട്ടുണ്ടല്ലോ ഇപ്പൊ. നിങ്ങൾ ചിരിച്ചോ? പ്രിയപ്പെട്ടി അക്ഷയ മരുപടി തിന്നില്ലല്ലോ, ഞാൻ കത്തിയിരിക്കുന്നു ഞരഴിച്ച എന്താ പരിപാടി എന്ന് സ്വന്തം ഗോവിന്ദൻ. എന്താ തക്കളി മോളെ ഇത്? ഞാൻ അറിഞ്ഞില്ല. എന്ത് നീ അറിഞ്ഞില്ല? നിന്റെ പത്രത്തിനകത്തല്ലേ നീ അറിഞ്ഞില്ലേ? ഈ കണക്കിന് നിന്റെ ബാഗിൽ പൂച്ച പറ്റി കൊടുത്താലും നീ അറിയൂലല്ലോ. ഞാൻ കണ്ടില്ല. നീ കാണൂല. പള്ളിക്കൂടത്തിൽ പോയ പിന്നെ നിനക്ക് എന്തിനാണ് ശ്രദ്ധ? വല്ലവനും ബാഗിലെ ബുക്കിലൊക്കെ ഇത് പോട്ടെ, ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് കാണിക്കേണ്ട പണിയാണോ ഇത്? പ്രപ്പോസ് ചെയ്യാ. എടാ എന്റെ 2ാമത്തെ ലൈൻ ഇങ്ങനെയല്ലേ? എടാ എന്നാലും എനിക്ക് നീ പേടിക്കല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണേ ഞാൻ സിഗ്നൽ തരാം. എടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ നിന്നെ വിട്ടൊന്നും പോത്തൊന്നുമില്ല. പ്രപ്പോസ് ചെയ്യാനൊക്കെ വെച്ചാ അവള് ചൂടാകൂടാ. ഇല്ല എടാ അതില്ല. ആ പൊക്കോ. ഇതാണ് ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ തക്കളി ആളില്ലേ? ഇവനാണ് ആ ഗോവിന്ദൻകുട്ടി, ആ മുതല്. അതിലൊന്ന് വന്നപ്പോ ഇങ്ങോട്ട് നോക്കിനേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു. അവന് നമ്മളെ വഴി കൊള്ളാം അങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ച് നോക്കിയതല്ല. പോരുത്, നിക്ക, നമുക്ക് 1-2 പേരെ പരിചയപ്പെടണം. തങ്കം കഥാനായകൻ ഒറ്റയ്ക്കല്ല, ഒരു ഗുണ്ടയും കൊണ്ടാ വന്നത്. വേർത്തോണ്ട നമ്മ ഓടിക്കളഞ്ഞു. ഇത് എന്നോടിയാ മുതല്. നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു. ഇതിലെ പോയപ്പോ നോക്കിന്നേ ഉള്ളൂ. അയ്യടാ പാവം, വീട് മാറി വന്നാടാ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ വീടാന്ന് കരുതി വന്നതാ അല്ലേ? എന്തായാലും വന്നതല്ലേ. ഈ മുതലൊന്ന് കാണട്ടെ. തല ഉയർത്ത് കാണട്ടെ. അയ്യോ, ഒരു നാണം നോക്കിയോ. അതെ, നമുക്ക് മോൻ വന്നതല്ലേ, മോൻ എന്തെങ്കിലും സൽക്കരിച്ചു വിടാം. വിടാൻ പാടില്ല. ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് മോനിന്ന് പോവാം കേട്ടാ.